കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് നായനെയും കുട്ടി ഗോവിന്ദനും കനകയും വീട്ടിൽ നിന്ന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അത് സംഭവിക്കുന്നുണ്ട്. മൂർത്തി മുത്തശ്ശന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനും അറിയാനും ഒക്കെ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു നയന തന്റെ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ തന്റെ ചേച്ചിയുടെ ചതിയെക്കുറിച്ച് അറിഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല. അപ്പൊ ആ നയനെ എല്ലാവരും തെറ്റുകാരിയായിട്ട് കാണുവാണ്. അത്രയും വലിയ തെറ്റ് ചെയ്താൽ നവ്യനെ കുറ്റപ്പെടുത്തേക്കാളും കൂടുതൽ ആദർശും ദേവേനെ എല്ലാവരും കുറ്റപ്പെടുത്തിയ നയനേനെയാണ്. കാരണം അവള് ഒരു കള്ളത്തരം പോലും പറയില്ല. അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നേ. ആ വിശ്വാസമാണ് തകർന്നിരിക്കുന്നത്. പിന്നീട് ആദർശം എന്നിട്ട് പറഞ്ഞു, നീ ചെയ്ത തെറ്റ് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത, ഇത്രയും നാളും ഞാൻ എല്ലാവരും പറഞ്ഞുകൊണ്ട് കിടന്ന എന്റെ ഭാര്യ ആരോടും കള്ളത്തരം പറയില്ലെന്നൊക്കെയാ. ഞാൻ അപ്പച്ചിനെ വരെ ഞാൻ വെല്ലുവിളിച്ച ആ എന്റെ വിശ്വാസം നീ തകർത്ത് കളഞ്ഞേ. ഇനി ഒരിക്കലും നീ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പറയാണ്. അതിന് പറഞ്ഞ ആദർശേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് നീ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് നിന്നെ പഴയപോലെ സ്നേഹിക്കാൻ കഴിയില്ല. അല്ലെങ്കിലും നീ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവില്ലെന്ന് പറയാണ്. ദേവേനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, കേട്ടില്ലേ ആദർശ് പറഞ്ഞേ, ഇനി നീ ഇവിടെ എന്ത് കാണിക്കാനും നിൽക്കുന്നത്, ഇറങ്ങി പോടീന്ന് പറയാണ്. അവളെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, എനിക്കറിയായിരുന്നു നീ അത്ര വലിയ പുണ്യാളത്തിയൊന്നും അല്ലെന്ന്. പിന്നെ ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ അതൊരു കുറ്റമാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാറുന്നത്. ഇപ്പം കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചല്ലോ ചേച്ചിയുടെ അനിയത്തിയുടെയും. അല്ലെങ്കിലും ഇവറ്റകൾ രണ്ടെണ്ണയും ഈ വീട്ടിലേക്ക് വന്ന് കയറിയ പിന്നെ സമാധാനം എന്തെന്ന് ഈ കുടുംബത്തിലുള്ള ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി കൂടുതൽ നീ ഇവിടെ നിന്ന് സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് പോകാൻ നോക്ക് എന്ന് പറയണം. പെട്ടെന്ന് കനക വന്നിട്ട് പറഞ്ഞു, എന്താ ഇവൻ ഇങ്ങനെയൊക്കെ പറയണേ, ഒരു തെറ്റ് ചെയ്തു, അത് നവ്യ ചെയ്ത് തെറ്റാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇവളെ ശിക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവളെ ശിക്ഷിക്കാനോ? ഇവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം ഞാനും ആദർശ് വേണം. ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഒരു നിമിഷം പോലും താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നവ്യയുടെ കാര്യം, ആ കാര്യത്തിൽ തീരുമാനം എടുക്കണം ജലജ അഭിയാണ്. അവരെന്താ വെച്ചാൽ തീരുമാനിച്ചോട്ടെ, അതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവളെന്റെ മരുമോളാണ്, ഇവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുക്കുമെന്ന് പറയാം. മുത്തശ്ശൻ പറഞ്ഞു, ദേവേനി നീ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. നയനെ അവളുടെ ഭാഗം പറഞ്ഞല്ലോ, അവൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തേന്ന്. അവളുടെ സ്ഥാനത്താണെങ്കിൽ ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. സ്വന്തം ചേച്ചി ആത്മഹത്യാ ഭീഷണി മുഴക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളോടൊപ്പം നിൽക്കാതെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങളൊക്കെ തന്നെ നാളെ പറയില്ലേ നിനക്കത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നെന്നൊക്കെ. ഇതൊക്കെ അച്ഛൻ ഇപ്പൊ പറയും. അല്ലെങ്കിലും അച്ഛൻ എപ്പോഴും അവൾക്ക് സപ്പോർട്ടല്ലേ നിന്നിട്ടുള്ളൂ. ഇത്രയും വലിയ കള്ളത്തരങ്ങളെ കാണിച്ചിട്ട് അച്ഛന് വീണ്ടും അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു ചോദിക്കുകയാണ്. കനയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കനക നാണം കെട്ടി നിൽക്കുകയാണ്. ജലജ വന്നിട്ട് പറഞ്ഞു, കൊള്ളാം, രണ്ട് മക്കളെയും കെട്ടി എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വിട്ടു. എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ, എനിക്കറിയായിരുന്നു നിന്റെയൊക്കെ സ്വഭാവം ഇതാന്ന്. 10 ഗുണം 10 ഗുണം എന്നല്ലേ പറഞ്ഞേ. നിന്റെ അയാളുടെ കൂടെ മക്കളല്ലേ ഇത്, ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്കറിയാം. ഇതുകൊണ്ടാണ് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് അന്നേ ഞാൻ അബിയോട് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ നാടകങ്ങളായിരുന്നു. പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞോണ്ട് ഈ വീട്ടിലേക്ക് കയറി കൂടാണ്ട് നീ ആയിരിക്കും വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേന്ന് ചോദിക്കുകയാണ്. കനക പറഞ്ഞു, അതെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്നാ പിന്നെ നിന്റെ ഭർത്താവായിരിക്കും എന്ന് പറയാം. ഗോവിന്ദനോട് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഞങ്ങള് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കാരണം മക്കൾക്ക് നല്ല ജീവിതം കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചു. ആ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പ്രഗ്നന്റ് ആന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും പറ്റിക്കില്ല. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ വിവാഹത്തിന് പോലും സമ്മതിക്കില്ലായിരുന്നു പറയാണ്. ജലജ പറഞ്ഞു, ഇപ്പൊ അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ നാണം ഉണ്ടോ നിങ്ങക്ക്? ഇതൊക്കെ അറിഞ്ഞിട്ടെങ്കിലും മക്കളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്, നാണമില്ലാതെ വെറുതെ നിൽക്കുന്നു പറയാണ്. എന്നിട്ട് നവ്യ അടുത്തേക്ക് വന്നു, നീ ഇനി എന്ത് കാഴ്ച കാണാൻ നിൽക്കുന്നത്, ഇറങ്ങി പോടീന്ന് പറയാണ് ഇവിടുന്ന്. നീ ഒരു നിമിഷം പോലെ നിന്നെ ഇവിടെ കണ്ടുപോയേക്കളെന്ന് പറയണം. അങ്ങനെ പിടിച്ച് കയ്യെ പിടിച്ച് അങ്ങ് തള്ളാൻ തുടങ്ങുമ്പോഴത്തേനും നവ്യ പറഞ്ഞു, തൊട്ടു പോരാന്ന് പറഞ്ഞെന്നെ. അല്ല നിങ്ങളുടെ മോനെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ അധികാരമില്ല. അല്ല നിങ്ങൾ ഇത് പറയണമെങ്കിൽ ആദ്യം നിങ്ങളുടെ മോനോട് പറ. എന്നെക്കാളും കൂടുതൽ തെറ്റ് ചെയ്ത അവനാണ്. എന്നെ ഒരു കറിവേപ്പില പോലെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയാനായിട്ട് അവൻ ശ്രമിച്ചത്. ആ സമയത്ത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നാണ് കുറ്റം. ഒരു പക്ഷേങ്കിൽ ഞാൻ അന്ന് ഇങ്ങനെ ഒരു നാടകം കളിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മോനെ കൊണ്ട് നിങ്ങൾ വേറെ വിവാഹം കഴിപ്പിക്കില്ലേ, ഒരു കോടീശന്റെ പുത്രിനെ കൊണ്ട്. എന്നിട്ടോ സുഖമായിട്ട് ജീവിക്കും. ഞാനപ്പോ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ ജീവിക്കും? നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ മോൻ ആദ്യം ശിക്ഷ കൊടുക്ക്. നിങ്ങളുടെ മോൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ നിമിഷം ഉടൻ തയ്യാറാകും. അല്ലെങ്കിൽ ഒരു കാരണവശാലും എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ആരും ശ്രമിക്കണ്ട. കൂടുതൽ കളിച്ചാണ്ടല്ലോ ഞാൻ കോടതിയിൽ പോയി കേസ് കൊടുക്കും. ഇപ്പോഴും ഞാൻ
അബിയുടെ ഭാര്യ തന്നെയാ. ഇനിയിപ്പോ നിങ്ങൾ ഡിവോഴ്സിന് ശ്രമിച്ചാൽ പോലും ഞാൻ ഡിവോഴ്സ് തരത്തില്ല എന്ന് പറയണം. ജലജയുടെ നാവടഞ്ഞു പോയി. എന്തേലും പറയാൻ പറ്റുമോ? അപ്പൊ അബി കൈ ഓങ്ങിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. നിന്നെ ഇന്ന് ഞാനെന്നും പറഞ്ഞിട്ട് തൊട്ടു പോരെ തന്നെ. നിനക്ക് എന്നെ തല്ലാണ് എന്ത് യോഗ്യതയാടാ? എന്നെക്കാളും വലിയ കള്ളത്തരങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ നീ ജീവിച്ചോണ്ടിരിക്കണേ. എന്നിട്ട് നീ വലിയ ആളാവുന്നോ എന്നും പറഞ്ഞോണ്ട് അബിയുടെ നേരെ കൈ ചൂണ്ടുവാണ്. അബിക്കൊന്നും ഉത്തരം മുട്ടിപ്പോയി. ഈ സമയത്ത് കനക എന്നിട്ട് ചോദിച്ചു, നീ എന്താടി കാണിക്കാൻ ചോദിച്ചോണ്ട് തലങ്കം വിലങ്കം നവ്യനെ അടിക്കുവാണ്. നീ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് വീണ്ടും തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ, അമ്മ എന്തറിഞ്ഞിട്ടായി പറയണേ? എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണോന്ന് പറഞ്ഞേ. എല്ലാം പറഞ്ഞ് പറ്റിച്ച് ഇവനല്ലേ, ഇവൻ വലിയ കോടീശ്വരന് ആന്ന് എന്തൊക്കെ കള്ളത്തരങ്ങൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴെങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ്. ഇവര് കമ്പനിയുടെ MD ആന്ന് വരെ എന്നെ കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നേ. ഇവന്റെ അത്രയും കള്ളത്തരം ഞാൻ പറഞ്ഞിട്ടില്ലോ. എന്നിട്ട് എല്ലാരും കൂടെ എന്നെ എന്തിനാ വെറുതെ ചീത്ത പറയണെന്ന് ചോദിക്കുകയാണ്. നവ്യക്കൊരു കുലുക്കമില്ലായിരുന്നു. നവ്യ പണ്ടേ കള്ളത്തരം പറഞ്ഞ് ശീലിച്ചുകൊണ്ട് അവൾക്കതിൽ പ്രശ്നമല്ല. പക്ഷെ നയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു. നവ്യ നിന്ന് ഉരുകുമായിരുന്നു. നയനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ആദർശ് പറഞ്ഞു, ഇനിയിപ്പൊ നിൽക്കണ്ട, അങ്ങോട്ട് പൊക്കോളാൻ പറയാണ്. കനക നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശി എടുത്തിട്ട് ആ കാലിലേക്ക് വീണിട്ട് പറഞ്ഞു, ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, പൊറുക്കണം. ഇങ്ങനെ എന്തായാലും അറിയുമായിരുന്നെങ്കിൽ ഞാനോ ഗോവിന്ദേട്ടൻ എനിക്ക് സമ്മതിക്കില്ലായിരുന്നു. ഈ ബന്ധം പോലും നടക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ മക്കളെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം. പക്ഷേങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല. ഞാനും ഗോവിന്ദേട്ടനെ പറഞ്ഞിട്ട് കാര്യമല്ലത്. അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കൈ കൂപ്പിന്ന് അപേക്ഷിക്കുക. പൊട്ടിക്കരയാണ്ടായിരുന്നു. മുത്തശ്ശിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവർക്ക് അറിയത്തില്ലായിരുന്നുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ജലജ ഇങ്ങനെ ഉറഞ്ഞു തുള്ളി നിൽക്കുവല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്കൊന്നും വേണ്ടെന്ന് പറയണം. പെട്ടെന്ന് ജലജ വെച്ചു, ഓഹോ, അപ്പൊ ഇങ്ങനെ പ്രശ്നം അങ്ങോട്ട് ഒതുക്കി തീർക്കാൻ അങ്ങ് തീരുമാനിച്ചില്ലേ? അങ്ങനെ ഈ പ്രശ്നം അങ്ങോട്ട് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അബിയുടെ ജീവിതമാണ് പോയത്. അബീനെ കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവള് കല്യാണം കഴിച്ചേ. അവളോട് ക്ഷമിക്കാനോ ഒരു കാരണവശാലും ക്ഷമിക്കില്ല. ഇനി ഇവളെ എന്തൊക്കെ കിടന്ന് കാണിച്ചെന്ന് പറഞ്ഞാലും ഇവളെ വീട്ടിൽ നിർത്തില്ലെന്ന് ജലജ തറപ്പിച്ച് അങ്ങോട്ട് പറയാണ്. പെട്ടെന്ന് തന്നെ കനക നവ്യടുത്ത് എന്നിട്ട് ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് വലിക്കുകയാണ്. അമ്മ എങ്ങോട്ടാ അങ്ങനെ കൊണ്ടുവന്നേ? വാ വീട്ടിലേക്ക് പോകാന്ന് പറയണ. ഞാൻ ഒരിടത്തേക്കും വരത്തില്ല. അബിയുടെ ഭാര്യയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയണം. ദേഷ്യം വന്നു. ഗോവിന്ദൻ വന്നിട്ട് ചോദിച്ചു, നീ എന്താ നവ്യയെ പറയണേ? നിനക്ക് നാണമില്ലേന്ന് ചോദിക്കണം. മര്യാദയ്ക്കും കൂടെ വന്നോന്ന് പറയണ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വരത്തില്ല. ഉറപ്പായിട്ട് ഞാൻ വരത്തില്ല. ഞാൻ ഇവിടെ തന്നെ താമസിക്കും. പിന്നെ എന്നോട് എന്തെങ്കിലും ക്രൂരത കാണിക്കാൻ ഇവരുടെ ഭാവമെങ്കിൽ ഉണ്ടല്ലോ, എല്ലാത്തിനെയും ഞാൻ സ്റ്റേഷനിൽ കയറ്റു എന്ന് പറയണം. എല്ലാവരും പെട്ടുപോയി. ഈ സമയത്ത് നയനെ വന്നിട്ട് കനകയോട് പറഞ്ഞു, വാമേ നമുക്ക് പോവാന്ന് പറയണം. നയനയ്ക്ക് അവിടെ നിൽക്കണമെന്നുണ്ട ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതൊക്കെ അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും നയനയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പിന്നീട് മുത്തശ്ശിന്റെ അടുത്തേക്ക് എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാ. പറഞ്ഞാൽ ചേച്ചി ആത്മഹത്യാ ഭീഷണി മുഴക്കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. പലവട്ടം ഞാൻ ചേച്ചിയോട് പറഞ്ഞതാണ് തുറന്നു പറയാന്ന്. പക്ഷെ ചേച്ചി സമ്മതിച്ചില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കെല്ലാം എന്നിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതാ ഞാൻ തകർത്ത് കളഞ്ഞേ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുക. എനിക്ക് ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. ഞാൻ അത്രയ്ക്ക് തെറ്റാ ചെയ്തേ എന്നും പറഞ്ഞ് നയന നേരെ കനകയുടെ ഗോവിന്ദനെ കൈ പിടിച്ച് പുറത്തേക്ക് പോവാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് മുത്തശ്ശൻ ഒരു നിമിഷം മുത്തശ്ശൻ ഇങ്ങനെ നോക്കുന്നു. നയന നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. നയനമോളേന്നും വിളിച്ചോണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് പുറകോട്ട് മറിഞ്ഞങ്ങോട്ട് വീഴുവാണ്. ഇത് കണ്ടതും മുത്തശ്ശാന്നും പറഞ്ഞുകൊണ്ട് ആദർശും ജയനുമെല്ലാം ഓടി വരുവാണ് മുത്തശ്ശനടുത്ത്. മുത്തശ്ശനും ബോധം കിട്ടുവിടും. അങ്ങനെ കരച്ചിലും ഒച്ചപ്പാടും കേട്ട് നയനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മുത്തശ്ശൻ ബോധം കെട്ട് കിടക്കുകയാണ്. മുത്തശ്ശനെ എടുത്തുകൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറി ഓടുവാണ്. നയനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശന്റെ രോഗവിവരങ്ങളെ കുറിച്ചൊന്നും നയനൊക്കെ ബാക്കി ആർക്കും അറിയത്തില്ല. ആകപ്പാടെ അറിയാവുന്ന ആദർശിന്റെ അച്ഛൻ ജയനും മാത്രമാണ്. അപ്പം നമ്മൾ നാളെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെയാണ്. ഇതിന്റെ ഫുൾ വിശേഷങ്ങളോട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ. അറിയണ്ടേ അപ്പം മൂർത്തി മുത്തശ്ശന് എന്ത് സംഭവിച്ചെന്നുള്ളേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.